എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രാജ്യത്താകെ കള്ളപ്പണം പിടിക്കാനും ഫ്രോഡ് മണി ഒക്കെ പിടിക്കുന്ന ഒരു ഏജൻസിയാണ്. നരേന്ദ്രമോദി വന്നപ്പോൾ തുടക്കത്തിൽ വച്ച ഗവൺമെൻറ്റിൻ്റെ ആദ്യകാലത്ത് വന്നൊരു സ്ഥാപനമാണ്, ഒരു സംവിധാനമാണ്. അത് ധനകാര്യ വകുപ്പിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. എങ്കിലും മോർ ഓർ ലെസ് അതൊരു സ്വതന്ത്ര ബോഡി എന്നാണ് കൺസെപ്റ്റ്. CBI പോലെ. CBI കുറച്ചുകൂടി സ്വതന്ത്ര ബോഡിയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണെങ്കിലും. പക്ഷേ ED ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നു. വീണ വിജയൻ്റെ എക്സാലോജിക് കമ്പനിയും കരിമണൽ കർത്തയുടെ കമ്പനി തമ്മിലുള്ള ഒരു ഡീലിനെ കുറിച്ച് തിരക്കാനാണ് പോയത്. പക്ഷേ ഭാഗ്യവശാലോ പിണറായിയുടെ മകളായിപ്പോയി വീണ വിജയൻ. അല്ലെങ്കിൽ ഇതൊന്നും ഒരു വാർത്തയല്ലല്ലോ. വലിയ പ്രതിഷേധമാണ് ഇവിടെ ഉണ്ടാകുന്നത്. EDയുടെ 3 കാർ, അവർ വാടകയ്ക്ക് വിളിച്ചു പോയ 3 കാർ അടിച്ച് നാശക്കൊട്ടയാക്കി തമ്പാനൂർ സ്റ്റേഷനിൽ കിടക്കുന്നു. 10-20 പേരെ അറസ്റ്റ് ചെയ്തു. ഇനി 300ഓളം പേരിൽ കണ്ടാലറിയാവുന്ന 300ഓളം പേരിൽ കേസുണ്ട്. സമയബന്ധിതമായി ED ഉദ്യോഗസ്ഥരെ രക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് ആഭ്യന്തര വകുപ്പ് പ്രതികൂട്ട് നിൽക്കുകയാണ്. മ്യൂസിയം SHOയെ സസ്പെൻഡ് ചെയ്യുവാനോ സ്ഥലം മാറ്റാനോ സാധ്യത വളരെ വലുതാണ്. ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടും അത് വേണ്ട രൂപത്തിൽ പോലീസ് മേധാവികളെ അറിയിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റം. പക്ഷേ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPMൻ്റെ പോലീസ് സർവീസ് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഒരു ഇടതുപക്ഷ ഒരു ലൈൻ കാണുമല്ലോ. അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് നടന്നു എന്നാണ് വാദം. എന്തായാലും വളരെ രസകരമാണ് കാര്യങ്ങൾ, വളരെ സങ്കീർണമാണ് കാര്യങ്ങൾ. ഇതിനിടയിൽ രാഹുൽ ഗാന്ധിക്ക് തെറി കിട്ടുന്നു. യഥാർത്ഥ അടി നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലാണ്. അങ്ങനെ പറഞ്ഞാൽ BJP ഗവൺമെൻറ്റും CPMും തമ്മിലാണ്. പക്ഷെ കണ്ടുകൊണ്ട് നിന്ന് രാഹുൽ ഗാന്ധിക്കാണ് തെറി കിട്ടുന്നത്. അതാണ് EDയുടെ കഥ. രാഹുൽ ഗാന്ധി ഇതിനകത്ത് എന്ത് തെറ്റ് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, എന്തേ ED CPMൻ്റെ ഭരണത്തിൽ ED കയറി കാര്യങ്ങൾ അന്വേഷിക്കാത്തത്, എന്തെങ്കിലും ഡീലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞു, രാഹുൽ ഗാന്ധിക്ക് മനസ്സമാധാനമായല്ലോ, കണ്ടുകൊണ്ടിരുന്ന നീ കൈ ചൊറഞ്ഞ് കണ്ടുകൊണ്ട് നിന്നല്ലോ. CPMും BJPയും തമ്മിൽ അടിക്കാൻ വേണ്ടി നമ്മൾ ഈ നാട്ടിൻപുറത്ത് പിള്ളേർ തമ്മിൽ അടി കൂടുമ്പോൾ വേറെ ഒരാളിൽ നിന്ന് നിന്നെ കൈ ഉരയ്ക്കും. അതിൻ്റെ അർത്ഥം ഇങ്ങനെ ചൂടാക്കി കൊടുക്കുകയാണ്, ഈ പദ്ധതി അടി ചൂടാക്കി കൊടുക്കുന്നതാണ്. അതുപോലെ രാഹുൽ ഗാന്ധി നിന്നിങ്ങനെ കൈ ഉരച്ചില്ലേ എന്നുള്ളതാണ് പിണറായിയുടെ ചോദ്യം. എന്തായാലും വളരെ രസകരമാണ് ED കഥ. 242 അക്കൗണ്ടുകളെ മരവിപ്പിച്ചു എന്ന് EDയുടെ വാർത്ത വന്നു. 18 കോടി രൂപയും മരവിപ്പിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ വാർത്ത വന്നു, ഇത് ഈ 18 കോടി രൂപയും വീണ വിജയൻ്റെതും അല്ല, അവരുടെ 1.5 ലക്ഷം രൂപയെ മരവിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ 242 അക്കൗണ്ടും വിജയൻ്റെ ആണെന്നുള്ളൊരു വാർത്തയും വന്നിട്ടുണ്ട്. അല്ല, അവരുടെ 3 അക്കൗണ്ടേ മരവിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ 12 സ്ഥലങ്ങളിൽ റെയ്ഡ് നടന്നു. അപ്പോൾ ഇതെല്ലായിടത്തും എക്സാലോജിക്കിൻ്റെ അക്കൗണ്ട്, വീണയുടെ പേഴ്സണൽ അക്കൗണ്ട്, പിന്നെ അതുപോയിട്ട് കർത്തയുടെ അക്കൗണ്ട്, അങ്ങനെ ഒരുപാട് അക്കൗണ്ടുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് 242 അക്കൗണ്ട് വന്നത്. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ 242 അക്കൗണ്ടും മരവിപ്പിച്ചു, 18 കോടി രൂപയും വിഡ്രാ ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ ആക്കി വച്ചിരിക്കുകയാണ് ഗവൺമെൻറ് എന്നുള്ള ED എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും വളരെ രസകരമാണ്, മനോഹരമായിട്ടുണ്ട് കാര്യങ്ങൾ, കൊള്ളാം. എന്തായാലും ED ഭരണകാരണം കഴിഞ്ഞ ദിവസം അവർക്ക് കോടതിയിൽ നിന്ന് പേപ്പർ കിട്ടിയതുകൊണ്ടാണ് ED വന്നത്. പക്ഷേ ഇപ്പോൾ അത് ഒരു രാഷ്ട്രീയ ചിത്രമായി മാറിയിരിക്കുകയാണ്. CPMനെ തകർക്കാനുള്ള BJPയുടെ അജണ്ടയാണ് EDയുടെ വരവെന്നാണ് CPM പറയുന്നത്. കോൺഗ്രസ് ഗവൺമെൻറ്റും ഡൽഹിയിലുള്ള BJPക്കാരും തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്ത്, കാരണം VD സതീശൻ ഡൽഹിയിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ ED റെയ്ഡ് നടക്കുന്നത്, ധാരണയുടെ പുറത്ത് CPMനെ തകർക്കാനാണ്, കോൺഗ്രസ് ചെയ്ത പണിയാണ് എന്നൊരു വാദവും CPMക്കാർ ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ BJP ചെയ്ത പണി അല്ലെങ്കിൽ കോൺഗ്രസ് ചെയ്ത പണി എന്നുള്ള നിലയിൽ 2 കൂട്ടരെയും പ്രതിരോധിക്കാൻ CPM ഇറങ്ങിയിട്ടുണ്ട്. മറ്റൊരു രസകരമായ കാര്യം, കഴിഞ്ഞ ദിവസം വരെ പിണറായി വിജയനെതിരെ എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഗോവിന്ദ മാഷിനെതിരെയൊക്കെ. ആ കുറ്റം പറച്ചിലൊന്ന് കുറഞ്ഞ് പിണറായി വിജയനെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ എതിരെയുള്ള ആരോപണങ്ങളെയും ആക്ഷേപങ്ങളെയും അറസ്റ്റിനെയും ഒക്കെ പ്രതിരോധിക്കുന്ന നിലയിൽ CPMൻ്റെ സഹാക്കളെ മാറ്റിയെടുക്കുന്നതിൽ ED കേസ് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ BJP പിണറായി വിജയനെ വ്യക്തിപരമായി സഹായിച്ചതാണോ? അതുകൊണ്ടാണോ പിണറായി വിജയൻ ഒരു വാക്കിൽ കൊണ്ടുപോലും മോദിയെ ഒന്നും പറയാത്തത്? രസകരമാണ് പഠിച്ചാൽ. കേരള രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല. ആരാണ് നേടുക?
ആരാണ് വീഴുക എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. BJP നേടുമ്പോൾ 3 സീറ്റുമായി ചെങ്കോലും കിരീടവും എടുക്കാനായിട്ട് BJP ഇവിടെ ഉണ്ട്. എന്തായാലും രസകരമാണ്, കൗതുകമുള്ളതാണ് കേരള രാഷ്ട്രീയവും EDയുടെ വരവും.